വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് പനീർ നമുക്കിന്ന് തയ്യാറാക്കാം. ടേസ്റ്റി മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമുക്ക് ഈ ഒരു പാലക് പനീർ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. അപ്പം വേഗം വായോ നമുക്ക് ഈ ഒരു അടിപൊളി പാലക് പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മി സൗമ്യ. വെൽക്കം ടു ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമ്മുടെ പാലക് പനീർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കട്ട് പാലക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഇലകൾ മാത്രം എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ബ്ലഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ പാലക്കെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലക്കെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 5-8 കാഷ്യും ഒരു 5-8 ബാദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വക എല്ലാം ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന, അതായത് നമ്മുടെ ഇല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ സോഫ്റ്റായി വരുന്ന ആ സമയം വരെ നമുക്കൊന്ന് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു വലിയ പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ഈ ഒരു സ്പിനാച്ച്, അതായത് നമ്മുടെ പാലക്കൊന്ന് വെള്ളത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ആ ഒരു കുക്കിംഗ് പ്രോസസ്സിങ് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പാലക്കിൻ്റെ ആ ഗ്രീൻ കളറൊന്നും മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു 2 to 3 മിനിറ്റ് മാത്രം ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു പാലക്ക് ഒരു തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലോട്ട് പാലക്കെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ആ ഒരു കാഷ്യൂനട്ടും ബാദാമും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ബാദാമിൻ്റെ തൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പാലക്കിൻ്റെ ഒപ്പത്തിൽ തന്നെ കാഷ്യൂനട്ടും ബാദാമും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി വരുന്നിടം വരെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം, പ്രോസസ്സിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും ഓയിലും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു ബേ ലീഫ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 3-4 വത്തലമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചി ചതച്ചിട്ടുള്ളത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഇഞ്ചി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് തീരെ നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റിനായിട്ട് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു കടലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലകളൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തൈരിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് നമ്മുടെ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓയിലിൽ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തൈരിൻ്റെ മിക്സ്ചറും നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ വക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഓയിൽ റിലീസ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഓയിലെല്ലാം റിലീസായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാലക്കിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പാലക്കൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ ഒന്ന് ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഹോം മെയ്ഡ് പനീറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിയ പനീറാണെങ്കിലും യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഹോം മെയ്ഡ് പനീർ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബട്ടറിലോട്ട് ചേർത്ത് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പനീർ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാലക്കിൻ്റെ ആ ഒരു മിക്സും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് ബോയിൽ വന്നിട്ടുണ്ട്. അതിലോട്ടും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പനീർ ഗ്രേവി ഇവിടെ കുക്കായി നല്ല ബോയിലും വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിനും ടേസ്റ്റിനായിട്ട് കുറച്ച് മസാല, അത് കസ്തൂരി മേത്തി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിൽ 1 ടീസ്പൂണ് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ഒരു ബൗളിലോട്ട് നമ്മുടെ പനീർ, അതായത് പാലക് പനീർ ഒന്ന് സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം
അതിൻ്റെ മേലെ കൂടെ നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും കസ്തൂരി മേത്തിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാൻ ചപ്പാത്തി പൂരിയുടെ ഒപ്പം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.